അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ടോ? സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരാണോ? ദാരിദ്ര്യത്തോടു കൂടിയാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? എന്നാൽ വിഷമിക്കേണ്ട. ഈ പരിശുദ്ധമായ മുഹറം മാസം തീരുന്നതിന് മുമ്പായിട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ അമൽ നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ കടങ്ങൾ വീട് കിട്ടും, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറിക്കിട്ടും, ദാരിദ്ര്യം മാറിക്കിട്ടും, ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും, സാമ്പത്തികമായിട്ട് വരുമാനം ലഭിക്കാനുള്ള പല വഴികളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തുറന്നു തരും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ അമൽ ചെയ്യാൻ വളരെ ഈസിയാണ്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാം. എന്നാൽ വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു കാണിച്ചു കൊടുക്കട്ടെ. കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും നാം ആരെയും അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ചില ആളുകൾക്ക് ചെറിയ ചെറിയ കടങ്ങളായിരിക്കും, എന്നാൽ ചില ആളുകൾക്കോ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടാകും. ആ കടങ്ങൾ എങ്ങനെയാണ് വന്നു ചേർന്നത് എന്ന് പോലും പലർക്കും അറിയുന്നില്ല. കടം കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ട എത്ര ആളുകളാണുള്ളത്. ഈ ക്ലാസ് കേൾക്കുന്നവരിൽ തന്നെ ഭൂരിഭാഗം ആളുകളും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കും. കടം എന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ ദുനിയാവും പരലോകവും നമുക്ക് നഷ്ടമാകാൻ കാരണമാകുന്ന ഒന്നാണ്. വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകും കടം ഉണ്ടെങ്കിൽ. കടം കാരണം നമുക്കറിയാം എത്ര ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. പല കുടുംബങ്ങളും തെറ്റിപ്പിരിയാൻ കാരണമാകുന്നത് കടങ്ങൾ കാരണമാണ്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ സഹായം തേടുക ആദ്യം നമ്മുടെ സ്വന്തം ചോരയെയാണ്. അതായത് നമ്മുടെ ഉപ്പ, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ, അനിയൻ, അല്ലെങ്കിൽ മൂത്തപ്പ, അല്ലെങ്കിൽ ഇളയുപ്പ. അങ്ങനെ നമുക്ക് ഒരു മടിയും കൂടാതെ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റിയവരാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ കുടുംബം. എന്നാൽ നമുക്ക് സാമ്പത്തിക പ്രയാസം വരുന്ന സമയത്തൊക്കെ ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്നും കടം വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ ജ്യേഷ്ഠൻ അനുജൻ്റെ അടുത്ത് നിന്നും കടം വാങ്ങും. ഉപ്പ മൂത്തുപ്പയുടെ അടുത്ത് നിന്ന് കടം വാങ്ങും, ഇളയുപ്പയുടെ അടുത്ത് നിന്നും കടം വാങ്ങും. അതുപോലെ അവർക്കൊക്കെ കടം കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ സാമ്പത്തിക ഇടപാട്, മറ്റു പല ഇടപാടുകളുമൊക്കെ കുടുംബങ്ങൾ തമ്മിൽ നടത്തും. ഇത് നല്ല കാര്യമാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കാനും ഐക്യം വർദ്ധിക്കാനും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും കുടുംബം തന്നെ ഒരു കെട്ടുറപ്പുണ്ടാകാനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. എന്നാൽ സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും കഴിഞ്ഞിരുന്ന പല കുടുംബങ്ങളും തകർന്നു പോകാൻ ഈയൊരു കടം വാങ്ങുന്നത് കാരണമാകും, സാമ്പത്തിക ഇടപാട് കാരണമാകും. അതായത് ജ്യേഷ്ഠൻ അനുജൻ്റെ അടുത്ത് നിന്നും കടം വാങ്ങി, അല്ലെങ്കിൽ അനുജൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്നും കടം വാങ്ങി, അല്ലെങ്കിൽ ഉപ്പയുടെ അടുത്ത് നിന്നും കടം വാങ്ങി. എന്നാൽ പറഞ്ഞ സമയത്ത് ആ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ പരസ്പരം അവർ തമ്മിലുള്ള ആ സ്നേഹവും ഐക്യവും എല്ലാം നഷ്ടപ്പെടും. മാത്രമല്ല അവർക്ക് വിശ്വാസക്കുറവും വരും. ജ്യേഷ്ഠൻക്ക് അനുജനെ വിശ്വാസമുണ്ടാകില്ല, അനുജന് ജ്യേഷ്ഠനെ വിശ്വാസമുണ്ടാകില്ല. മാത്രമല്ല അവർ പിന്നീട് വലിയ ശത്രുക്കളായി മാറുകയും ചെയ്യും. മാത്രമല്ല അവർ പിന്നീട് പരസ്പരം വഴക്കാകും, തമ്മിൽ അടിയാകും, വലിയ പ്രശ്നമാകും. അവർ തമ്മിൽ എന്നേക്കുമായി തെറ്റിപ്പിരിയും, കുടുംബം തകർന്നു പോകും. എത്ര നല്ല ബന്ധങ്ങളാണ്, എത്ര നല്ല സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത് ഈ കടം കാരണം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കടം എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് കൊണ്ടു നൽകുന്നത്. ഈ കടം എന്നുള്ള ഈ രണ്ടക്ഷരം എത്ര സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന, ഐക്യത്തോടുകൂടി കഴിഞ്ഞിരുന്ന അയൽവാസികളെയാണ് പരസ്പരം തമ്മിലടിപ്പിച്ചത്. അതുപോലെ ജ്യേഷ്ഠൻ അനുജൻ പരസ്പരം തമ്മിലടിപ്പിച്ചു. ബാപ്പയും മകനും തമ്മിലടിക്കും, അതുപോലെ എളാപ്പയും മൂത്താപ്പയും.
ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ പരസ്പരം ശത്രുതയുണ്ടാക്കുന്ന, അടിയുണ്ടാക്കുന്ന, എന്തിനേറെ പറയുന്നു, അവസാനം കൊല വരെ ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് ഈ കടം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം റബ്ബ് സുബ്ഹാനഹു തആല കാണിച്ചു നൽകട്ടെ. കടത്തോടു കൂടിയുള്ള മരണത്തെ തൊട്ട് നാം എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടോ? നിങ്ങൾ ദാരിദ്ര്യത്തോടു കൂടിയാണോ ജീവിക്കുന്നത്? കയ്യിൽ പണമില്ലേ? കയ്യിൽ പണം ഇല്ലാതിരിക്കുമ്പോൾ, ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് പല ആളുകളും കടം വാങ്ങാൻ ഇടയാകുന്നത്. ദാരിദ്ര്യം എന്നുള്ളത് നമുക്കറിയാം, ഒരു മനുഷ്യനെ കുഫ്റിലേക്ക് വരെ എത്തിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദാരിദ്ര്യമില്ലാതെ, കടങ്ങളില്ലാതെ മരണം വരെ ജീവിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രത, ഐശ്വര്യം, നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത്, ജോലിയില്ലാത്തവർക്ക് ജോലിയുണ്ടാകാൻ, ബിസിനസ്സിൽ വർധനവുണ്ടാകാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ അമൽ നിങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം മാസം തീരുന്നതിന് മുമ്പായിട്ട് ഈ അമൽ നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ കടങ്ങൾ വീഴിക്കിട്ടും, സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും, ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യമുണ്ടാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ മുഹറം മാസം തീരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ അമൽ ചെയ്യുക. വെറും 7 ദിവസം മതി, നിങ്ങൾക്കതിന് ഫലം ലഭിക്കും, നിങ്ങളുടെ കടങ്ങൾ വീടി കിട്ടും. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഒരു വെള്ള പേപ്പറാണ്. ഒരു വൃത്തിയുള്ള വെള്ള പേപ്പർ എടുക്കുക. എന്നതിൻ്റെ ശേഷം ഒരു പേന എടുക്കുക. മാത്രമല്ല, ഇത് എഴുതിയതിന് ശേഷം അത് നമുക്ക് വരിഞ്ഞു കെട്ടാനുള്ള നൂലെടുക്കുക. സാധാ മിഷീൻ നൂൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ചരടായാലും മതി. നൂലാണ് ഏറ്റവും നല്ലത്. എന്നാൽ അത് നമുക്ക് സൂക്ഷിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ അമൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒരുപാട് സമയമൊന്നും അതിന് വേണ്ട. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലാനോ ഓതി തീർക്കാനോ മന്ത്രിക്കാനോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വൃത്തിയുള്ള വെള്ള കടലാസ് എടുക്കുക. എന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ അതിലേക്ക് എഴുതിയെടുക്കുക. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ഈ ചെറിയൊരു പ്രാർത്ഥന നിങ്ങൾ ഒരു വട്ടം ആ വെള്ള പേപ്പറിലേക്ക് എഴുതുക. എഴുതേണ്ട പ്രാർത്ഥന ഇതാണ്: اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من علبة الدين وقهر الرجال. ഈ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾ ആ വെള്ള പേപ്പറിലേക്ക് ഒരു വട്ടം എഴുതേണ്ടത്. ഈ ദുആ എഴുതിയതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗത്തും, അതിൻ്റെ 4 ഭാഗത്തും നിങ്ങൾ യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം 4 പ്രാവശ്യം ഈ ദുആയുടെ 4 ഭാഗത്തായിട്ട് നിങ്ങൾ ആ കടലാസിൽ തന്നെ എഴുതി വെക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ആ എഴുതിയ ആ കടലാസ് നിങ്ങൾ നല്ലതുപോലെ മടക്കുക. മടക്കിയതിന് ശേഷം അത് നിങ്ങളൊരു നൂലെടുത്ത്, ഒരു മെഷീൻ നൂലായാലും മതി, അല്ലെങ്കിൽ ചരടായാലും മതി. മെഷീൻ നൂലാണ് ഏറ്റവും നല്ലത്. അത് എടുത്ത് ആ കടലാസ് നല്ലതുപോലെ കെട്ടുക. കെട്ടിയതിന് ശേഷം അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏൽസിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അലമാരയിലോ എവിടെയാണെങ്കിലും നല്ല വൃത്തിയുള്ള സ്ഥലത്ത് അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. മാത്രമല്ല, നിങ്ങൾ 7 ദിവസം ഈ എഴുതി സൂക്ഷിച്ചു വെച്ച ഈ കടലാസ് എടുത്ത് നിങ്ങൾ അതിൽ എഴുതിയ ആ പ്രാർത്ഥന, ആ ദുആ നിങ്ങൾ 7 പ്രാവശ്യം പറയുക. മാത്രമല്ല, അതിൽ എഴുതി വെച്ച യാ ഫത്താഹു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം നിങ്ങൾ 73 പ്രാവശ്യം, എത്ര? 73 പ്രാവശ്യം അതും ചൊല്ലുക. അതിലെഴുതിയ ആ പ്രാർത്ഥന അത് 7 പ്രാവശ്യവും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം യാ ഫത്താഹു യാ അല്ലാ എന്ന ആ നാമം നിങ്ങൾ
73 പ്രാവശ്യവും നിങ്ങൾ ചൊല്ലുക. അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 7 ദിവസം ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് 7 ദിവസം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം കാണിച്ചു തരും. നിങ്ങളുടെ കടങ്ങൾ വീടി കിട്ടും. അടഞ്ഞ വാതിലുകളെല്ലാം നിങ്ങൾക്ക് തുറന്നു കിട്ടും. സാമ്പത്തികമായിട്ടുള്ള പല വഴികളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. സാമ്പത്തികമായിട്ട് ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകും. ദാരിദ്ര്യം ഉണ്ടാകില്ല. നല്ല വിശ്വാസത്തോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു കാര്യം, ഈ ഒരു അമൽ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ കടങ്ങൾ വീട്ടിത്തരും, എൻ്റെ സാമ്പത്തിക പ്രയാസം മാറ്റിത്തരും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ഒരു കാര്യം നിങ്ങൾ, ഈ ഒരു അമൽ നിങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം മാസം മറക്കാതെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു അമൽ നമുക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഈ ഒരു അമൽ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിത്തരട്ടെ. സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ. കടത്തോടു കൂടിയുള്ള മരണത്തെ തൊട്ട് നാം എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.